പണ്ട് പണ്ട് വിദൂരമായ ഒരു നാട്ടിൽ ഒരു രാജകുമാരനുണ്ടായിരുന്നു, വിക്രം. വിക്രം രാജകുമാരൻ ധീരനും പണ്ഡിതനുമായിരുന്നെങ്കിലും തന്റെ രാജ്യത്തിന് എന്നും ഭാഗ്യം കുറവാണെന്ന് വിശ്വസിച്ചു. എന്നും ഓരോ ദുരന്തങ്ങൾ രാജ്യത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു വലിയ വനത്തിനു സമീപം ഒരു മന്ത്രവാദിനി താമസിച്ചിരുന്നു. ആ നാട്ടിൽ ഭാഗ്യം നിറഞ്ഞ 3 മാന്ത്രിക ആപ്പിളുകൾ മന്ത്രവാദിനിയുടെ കൈവശമുണ്ടെന്ന് വിക്രം രാജകുമാരൻ കേട്ടു. ആ ആപ്പിളുകൾ കഴിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഴിയുമായിരുന്നു. രാജ്യത്തിന്റെ ഭാഗ്യം വീണ്ടെടുക്കാൻ വിക്രം ആ ആപ്പിളുകൾ നേടാൻ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. വിക്രം മന്ത്രവാദിനിയുടെ ഗുഹയുടെ അടുത്തെത്തി. മന്ത്രവാദിനി അവനെ സ്വീകരിച്ചു. രാജകുമാരാ, എനിക്ക് നിന്റെ ആഗ്രഹം അറിയാം. ഈ 3 മാന്ത്രിക ആപ്പിളുകൾ എന്റെ കൈവശമുണ്ട്. ഇത് നിനക്ക് നൽകുന്നതിനു പകരം നീ എനിക്ക് 3 ദിവസത്തേക്ക് ഓരോ സഹായം ചെയ്യണം, മന്ത്രവാദിനി പറഞ്ഞു. 1-ാം ദിവസം മന്ത്രവാദിനി വിക്രമിനോട് ആവശ്യപ്പെട്ടത് എന്റെ തോട്ടത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകളെല്ലാം നീക്കം ചെയ്ത് തോട്ടം പൂർണ്ണമായും വൃത്തിയാക്കുക. ഒരു ഇല പോലും ബാക്കിയാവരുത്. വിക്രം കഠിനാധ്വാനം ചെയ്ത് ആ തോട്ടം പൂർണ്ണമായും വൃത്തിയാക്കി. 2-ാം ദിവസം മന്ത്രവാദിനി ആവശ്യപ്പെട്ടു ഈ വനത്തിലെ വഴിതെറ്റിയ എല്ലാ അരുവികളെയും അവയുടെ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചുവിടുക. വിക്രം കഷ്ടപ്പെട്ട് മണ്ണും കല്ലുകളും മാറ്റി അരുവികളെല്ലാം അവയുടെ ശരിയായ പാതയിലേക്ക് തിരിച്ചുവിട്ടു. 3-ാം ദിവസം മന്ത്രവാദിനി ആവശ്യപ്പെട്ടു ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലെ എല്ലാ വിഷച്ചെടികളും വേരോടി പിഴുതെടുത്ത് കളയുക. വിക്രം അത് പൂർത്തിയാക്കി. 3 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം വിക്രം മന്ത്രവാദിനിയുടെ അടുത്തെത്തി. ഞാൻ എന്റെ വാക്കു പാലിച്ചു മന്ത്രവാദിനി, ഇനി എനിക്ക് ആ മാന്ത്രിക ആപ്പിളുകൾ തന്നാലും, വിക്രം ആവശ്യപ്പെട്ടു. മന്ത്രവാദിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിക്രം, ആ ആപ്പിളുകൾ ഞാൻ നിനക്ക് തരേണ്ട ആവശ്യമില്ല. നിന്റെ ഭാഗ്യം നീ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. വിക്രം ആശയക്കുഴപ്പത്തിലായി. മന്ത്രവാദിനി തുടർന്നു, 1-ാം ദിവസം നീ തോട്ടം വൃത്തിയാക്കിയപ്പോൾ കൃഷിക്ക് ആവശ്യമായ നല്ല മണ്ണ് നിനക്ക് ലഭിച്ചു, സമൃദ്ധിയുടെ ഭാഗ്യം. 2-ാം ദിവസം നീ അരുവികളെ വഴിതിരിച്ചുവിട്ടപ്പോൾ നിന്റെ രാജ്യത്തേക്ക് ആവശ്യമായ ശുദ്ധജലം നീ ഉറപ്പിച്ചു, ജീവജലത്തിന്റെ ഭാഗ്യം. 3-ാം ദിവസം നീ വിഷച്ചെടികളെ പിഴുതെറിഞ്ഞപ്പോൾ നിന്റെ രാജ്യത്ത് രോഗങ്ങൾ കുറയും, ആരോഗ്യത്തിന്റെ ഭാഗ്യം. യഥാർത്ഥ ഭാഗ്യം എന്നത് മാന്ത്രിക ആപ്പിളുകളിലല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും മുൻകരുതലുകളിലൂടെയും ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയും നാം സ്വയം ഉണ്ടാക്കുന്നതാണ്. പോവുക, നിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം നിന്റെ രാജ്യത്ത് സമൃദ്ധിയായി വിളയും. വിക്രം രാജകുമാരൻ മന്ത്രവാദിനിക്ക് നന്ദി പറഞ്ഞ് രാജ്യത്തേക്ക് മടങ്ങി. അന്നുമുതൽ അവൻ മാന്ത്രിക ഭാഗ്യത്തിനായി കാത്തുനിൽക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ട് രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തി. ഗുണപാഠം: ഭാഗ്യമെന്നത് ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല, അത് പരിശ്രമം, ആസൂത്രണം, സ്ഥിരോത്സാഹം എന്നിവയുടെ ഫലമായി നാം സ്വയം സൃഷ്ടിക്കുന്നതാണ്.